ഫ്രണ്ട്സ്, കമ്പിളി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മറയൂർ വന്നിട്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ ചെറിയ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഫ്രമരം വ്യൂ പോയിൻറ്റ്. പക്ഷേ ഫ്രമരം വ്യൂ പോയിൻ്റ് അല്ല, നമ്മൾ കാന്തല്ലൂരിൽ നിന്ന് ഫസ്റ്റ് നമ്മളെ വീട്ടിൽ നിന്ന് നെങ്ങേരി ഗോൾക്കടവ്, അവിടെ നിന്ന് കാന്തല്ലൂരിൽ നിന്ന് പോകുന്ന വഴിക്കാണ് ഈ ഭ്രമരം വ്യൂ പോയിൻറ്റ്. കാന്തല്ലൂരൊക്കെ പോയി ഇഷ്ടം പോലെ കാണാനുണ്ട്. മുനിയറ അല്ലെങ്കിൽ കുറേ റിസോർട്ടുകൾ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കണക്ക് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. പക്ഷേ കഴിഞ്ഞതിന് പോയ ഒരു അനുഭവത്തിൽ എനിക്ക് പറഞ്ഞു എനിക്ക് ഫസ്റ്റ് ഭ്രമരം വ്യൂ പോയിൻറ്റിൽ പോകണം എന്നുള്ളൊരിതുണ്ട്. നേരെ നമ്മൾ അങ്ങോട്ടാണ് ഫസ്റ്റ് പോയത്. അതുമാത്രമല്ല, ആ ഒരു ടൈമിൽ തന്നെ മഞ്ഞ് ഇങ്ങനെ അത് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ അവിടെ തന്നെ ഒരു റിസോർട്ടുണ്ട് കേട്ടോ, അടിപൊളി റിസോർട്ടാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നല്ല മഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നിൽക്കുന്ന ആൾ വലിയ നമുക്ക് വണ്ടി ഓടിച്ചാൽ നമ്മൾ തിരിച്ച് പോകാനുള്ളത്. അതുമാത്രമല്ല, ഈ പോകുന്ന വഴിയൊക്കെ ഓഫ് റോഡ് വണ്ടികൾ മാത്രമേ പോകത്തുള്ളൂ. നമ്മൾ സ്കൂട്ടിയിലും ബൈക്കിലും ഒക്കെ ആയിട്ടാണ് പോയത്. ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ഭ്രമരം വ്യൂ പോയിൻറ്റ് ഇങ്ങനെ, അതായത് ഇതിനു മുമ്പ് ഭ്രമരം വ്യൂ പോയിൻ്റ് എന്നൊരു സ്ഥലം അവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം. അതായത് ഭ്രമരം എന്നൊന്നും അല്ല പേര്, അവിടെ ഉള്ള ആൾക്കാർക്ക്, ഞങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം. അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ആർക്കും ഈ ഭ്രമരം വ്യൂ പോയിൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ഈ ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഭ്രമരം വ്യൂ പോയിൻ്റ് എന്നൊരു സ്ഥലം തന്നെ വരുന്നത്. അതുമാത്രമല്ല, ഈ 2023 ആ ഒരു ടൈമിൽ അങ്ങോട്ട് കയറ്റി വിടത്തില്ലായിരുന്നു ആളെ. കാരണം അവിടെ ഒരു ചെറുക്കനും പെണ്ണും വന്നിട്ട് ആത്മഹത്യ ചെയ്യുക, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ കയറ്റത്തില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ടൈമിൽ ആളെ കയറ്റി തുടങ്ങി. അതുമാത്രം നമ്മൾ ചെന്നപ്പോഴത്തേക്കും നല്ല ആളെന്ന് വെച്ചാൽ, എനിക്ക് നമ്മൾ കഴിഞ്ഞ് പോയപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ചെന്നപ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു മഞ്ഞൊക്കെ വീഴുന്നതുകൊണ്ട് നല്ലോണം പുല്ലൊക്കെ നല്ല പച്ച കളറായി കിടക്കുകയാണ്. അടിപൊളിയായിരുന്നു. മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ തന്നെ അമ്മ പോവാം, അതായത് ഇനി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വല്ല പനി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. എനിക്ക് ഇടുക്കിയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ വരാനുള്ളതാണ്, എനിക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് അമ്മ നിൽക്കാനൊന്നും താമസിച്ചില്ല. പിന്നെ അവിടെ ഒരു ഏറുമാടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. കഴിഞ്ഞിന് വന്നപ്പോൾ എനിക്ക് കയറാൻ പറ്റില്ല, കുറച്ച് പടവുകൾ ശരിയല്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ നല്ല ആളായിരുന്നു. അതുകൊണ്ട് അമ്മ ഒന്നിനും കയറാനോ അല്ലെങ്കിൽ എന്നെ ഒന്നിനും താമസിച്ചില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ വീഡിയോസ് പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അമ്മ പോവാം. കാരണം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ, മഞ്ഞായിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കുന്ന മഞ്ഞായി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി അടുത്ത ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ തിരിച്ചൊന്ന് കയറിയപ്പോൾ 1:45 മണിയായി കേട്ടോ. ഫുള്ള മഴയായിരുന്നു, നനഞ്ഞ് കൊന്നാണ് വന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.